ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കമ്പനി ബോർഡ് LGSൻ്റെ റാങ്ക് ഫയൽ ബേസ്ഡ് ക്ലാസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളും ദേശീയ ഗീതം, ദേശീയ ഗാനം, കലണ്ടർ, GV ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇതൊരു ബേസിക് കാര്യങ്ങളാണ്. ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. LGS അല്ല ഏത് ലെവൽ എക്സാമിന് പോകുമ്പോഴും ഈ കാര്യങ്ങൾ ബേസിക് കാര്യങ്ങൾ മൊത്തം അറിഞ്ഞിരിക്കണം. നമുക്ക് LGSന് പ്രത്യേകിച്ച് അറിയണം. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ സിമ്പിൾ സാധനങ്ങളാണ് ചോദിക്കുക. ഓക്കെ, ആ സമയത്ത് നമുക്ക് കിട്ടാതായി പോറ്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഒന്നാമത്തെയാണ് ദേശീയ പതാകയാണ്. ദേശീയ പതാകേൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യമാണ് ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം. ഇത് പഠിക്കുമ്പോൾ ഈ മാസവും ദിവസം അടക്കം പഠിച്ചേ. ഇത് അങ്ങനെ തന്നെ ചോദിക്കില്ല കേട്ടോ BScക്ക്. ഓക്കെ, പറഞ്ഞോ, ഞാൻ ചെറിയ ഗ്യാപ്പ് വരുന്നത് നിങ്ങൾക്ക് പറയാനാണേ. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം. ഓക്കെ, 1947 ജൂലൈ 22. 1947 ജൂലൈ 22. ഓക്കെ, 1947 ജൂലൈ 22. ഓക്കെ, അടുത്ത ചോദ്യം ദേശീയ പതാകയുടെ ശില്പി. ഓക്കെ, ദേശീയ പതാകയുടെ ശില്പി ആരാണ്? ദേശീയ പതാകയുടെ ശില്പി ഓക്കെ, പിംഗാലി വെങ്കയ്യാണ്. പിംഗാലി വെങ്കയ്യ. ഓക്കെ, പിംഗാലി വെങ്കയ്യ. ഓക്കെ, അടുത്ത ചോദ്യം പിംഗാലി വെങ്കയ്യയുടെ ജന്മസ്ഥലം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഓക്കെ, പിംഗാലി വെങ്കയ്യയുടെ ജന്മസ്ഥലം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഈ കാര്യം എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം, പക്ഷേ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദേശീയ പതാകയിൽ 3 നിറങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, മുകളിൽ കുങ്കുമം. ഓക്കെ, ഏറ്റവും മുകൾ ഭാഗത്ത് കുങ്കുമമാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, മധ്യത്തിൽ വെള്ള, നടുക്ക് വെള്ളയാണ്, വെള്ള. അടിഭാഗത്ത് താഴെ ഭാഗത്ത് പച്ച. ഓക്കെ, കുങ്കുമം, വെള്ള, പച്ച. ഓക്കെ, അടുത്ത ചോദ്യം ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ആരാണ്? ദേശീയ പതാകയുടെ നിറങ്ങൾക്കും ചിഹ്നങ്ങൾക്കും വ്യക്തമായ നിർവചനം നൽകിയത് ആരാ? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഓക്കെ, എന്നിട്ട് പറയാം ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ. ഓക്കെ, അങ്ങനെ നിറങ്ങൾ പറയാൻ കുങ്കുമ നിറത്തിന് പറയുന്നത്. ഓക്കെ, കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നത് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, കുങ്കുമ നിറം ധീരത, ത്യാഗം. ഓക്കെ, കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയും ത്യാഗവും. ഓക്കെ, ധീരത, ത്യാഗം, കുങ്കുമം, ധീരത, ത്യാഗം. ഓക്കെ, വെള്ള നിറം എന്തായിരിക്കും? വെള്ള നിറം സത്യസന്ധതയും സമാധാനം. ഓക്കെ, സത്യസന്ധത, സമാധാനം, സ. ഓക്കെ, സത്യസന്ധത, സമാധാനം, വെള്ളയാണ്. സത്യസന്ധത, സമാധാനം, സ വെള്ള. ഓക്കെ, അടുത്തത് പച്ച നിറം എന്തായിരിക്കും? സമൃദ്ധി. ഓക്കെ, സമൃദ്ധിയും ഫലഭൂയിഷ്ഠതയും കേട്ടോ. സമൃദ്ധി, ഫലഭൂയിഷ്ഠതയുമാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. കുങ്കുമ നിറം ധീരതയും ത്യാഗവും, വെള്ള നിറം സമാധാനവും സത്യസന്ധതയും, പച്ച നിറം സമൃദ്ധിയും ഫലഭൂയിഷ്ഠതയാണ്. സമൃദ്ധി, ഫലഭൂയിഷ്ഠത. ഓക്കെ, അടുത്ത ചോദ്യം ദേശീയ പതാകയുടെ വെള്ള നിറത്തിനു നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രത്തിൻ്റെ നിറമെന്ത്? ഏതാ? ദേശീയ പതാകയുടെ വെള്ള നിറത്തിൽ, അതായത് നിങ്ങൾക്ക് അറിയില്ല ഈ സംഭവം, ഞാൻ പിന്നെ ഫുള്ളായിട്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ദേശീയ പതാകയുടെ വെള്ള നിറം നടുക്കുണ്ടാവും. ഓക്കെ, നടുവിൽ വെള്ള നിറത്തിൻ്റെ നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്? ഇത് മാറിപ്പോറേ. ഇത് ചില ആൾക്കാർ ഇത് കറുപ്പാന്ന് എഴുതും കേട്ടോ, ബ്ലാക്ക് എന്ന് എഴുതും, കറുപ്പ്. ഓക്കെ, കറുപ്പല്ല, നാവിക നീലയാണ്. നാവിക നീല. ഓക്കെ, നാവിക നീലയാണ്. ചില ആൾക്കാർക്ക് ഇത് ഡൗട്ടായിരിക്കും, കറുപ്പായിട്ട് ചിന്തിക്കും. ഓക്കെ, നാവിക നീലയാണ്. നാവിക നീല. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇത്രയേ ഉള്ളൂ സംഭവം. അശോക ചക്രത്തിൻ്റെ നിറം എന്ത്? നാവിക നീല. ഓക്കെ, നാവിക നീല. ഓക്കെ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട് 2022 കേട്ടോ. ഇതാണ് ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗാലി വെങ്കയ്യ ജനിച്ചത് ഈ സംസ്ഥാനത്താണ്? 2022 പ്രീവിയസ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗാലി വെങ്കയ്യ ജനിച്ചത് ഈ സംസ്ഥാനത്താണെന്ന് ചോദ്യമുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ഓക്കെ, അടുത്ത ചോദ്യം അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടുന്ന? അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടുന്ന? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള. ഓക്കെ, ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഓക്കെ, ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം സ്വീകരിച്ചത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ LGSന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്.
അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? ആരക്കാലം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? ആ ചക്രത്തിൻ്റെ ഉള്ളിലെ കാലുകൾ കേട്ടോ, ആ റൗണ്ടിനുള്ളിലെ കാലുകൾ. ഓക്കെ, അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? എത്രയാ 24 24 കേട്ടോ. ഓക്കെ, 24. ഇതെല്ലാം പഠിച്ച് പോകണേ, എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർ പഠിച്ചു പോകണേ, ഫസ്റ്റ് തുടങ്ങുന്നവരെല്ലാം. ഓക്കെ, അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? 24 24. ഓക്കെ, ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. ദീർഘചതുരാകൃതി. ഓക്കെ, ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘമായ ചതുരം കേട്ടോ, സമചതുരമല്ലേ, ദീർഘചതുരം. ഓക്കെ, ദീർഘചതുരം. ഓക്കെ, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ഇത് പഠിച്ചു നോക്കണേ. ദേശീയ പതാക, ഓക്കെ, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് 3:2. 3:2. 3:2. ഒന്നുകൂടി പറയാം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. 3:2. ഓക്കെ, ഉറപ്പ് വെച്ചേ, ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ, ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ദേശീയ പതാകയുടെ നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതൊന്ന് ഓർമ്മിച്ചോ. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല, ഓക്കെ, ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയ പതാക നിർമ്മാണശാല ഏതാണെന്ന് വെച്ചാൽ കർണാടക. ഓക്കെ, കർണാടക ഖാദി ഗ്രാമോദ്യ സംയുക്ത സംഘം കേട്ടോ. ഓക്കെ, ഹൂബ്ലിയാണ്, കർണാടക ഹൂബ്ലി. അതാണ് അധികം ചോദ്യത്തിലുണ്ടായാൽ ഹൂബ്ലി കേട്ടോ, കർണാടക ഹൂബ്ലി. അതായത് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യ സംയുക്ത സംഘം, ഹൂബ്ലി, കർണാടക കേട്ടോ. ഹൂബ്ലി, ഈ പേര് ഓർമ്മിച്ചേ, ഈ ഹൂബ്ലിയാണ് എപ്പോഴും ചോദിക്കും. ഓക്കെ, ഈ അവരെ കർണാടക ഖാദി അതൊന്നും ചോദിക്കുകയില്ല, അത് പഠിച്ചു വെച്ചോ. കർണാടക ഖാദി ഗ്രാമോദ്യ സംയുക്ത സംഘം. ഓക്കെ, ഹൂബ്ലിയാണ് സ്ഥലം കേട്ടോ, ഹൂബ്ലി, കർണാടകയിലെ ഹൂബ്ലി. ഓക്കെ, അത്രയേ പോകണ്ടോ അത്? ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ദേശീയ പതാക അത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ചോദ്യം കേട്ടോ. LGSന് ഇമാതിരി ചോദ്യങ്ങളാണ് ചോദിക്കുക, സിമ്പിൾ ചോദ്യമായിരിക്കും, പക്ഷേ നമുക്ക് ഡൗട്ടായിട്ട് തെറ്റിക്കുന്ന കുറേ ചോദ്യങ്ങൾ വരിക. ഓക്കെ, അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേ. ഓക്കെ, അടുത്തത് ദേശീയ പതാക ചരിത്രമാണെന്ന് വേണ്ടതാണ്. ഇത് വേണ്ട, ഈ ചരിത്രം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അതായത് ദേശീയ പതാക ആദ്യം ഉയർത്തിയത് സുരേന്ദ്ര ബാനർജി, മറ്റേ അത് 8 കൊൽക്കത്ത വേണ്ട, ഇത് മുന്നേ നമ്മൾ പറയാം. മാഡം ബിക്കാജി കാമ, ആനി ബസന്റ് തിലക്, ഇതെല്ലാം മുന്നേ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, അതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കുന്നുണ്ട്. ഇതും പറഞ്ഞതാണ്, ഒന്നും പറയുന്നില്ല കേട്ടോ. മുന്നേ ക്ലാസ് പറഞ്ഞ കാര്യമൊന്നും പറയുന്നില്ലേ, വീണ്ടും ടൈം കളയാൻ കഴിയില്ലേട്ടാണേ. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ മുന്നിലത്തെ വീഡിയോ നോക്കിയാൽ മതിയേ. ഇത് വേണം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണ്? സിമ്പിൾ ചോദ്യമാണേ, കൺഫ്യൂഷൻ ആവുക, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, 1947 ഓഗസ്റ്റ് 15. ഓക്കെ, സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണ്? നെഹ്റുവാണ്, ജവഹർലാൽ നെഹ്റുവാണ് ഉയർത്തിയത്. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതിയേ. ബാക്കി നമ്മൾ 1931 കാര്യം പറഞ്ഞതാണ്, ജവഹർലാൽ നെഹ്റു ആ സമയത്തെല്ലാം പറഞ്ഞതാണ്, രാജേന്ദ്ര പ്രസാദ് എല്ലാം പറഞ്ഞതാണ്. ഓക്കെ, അത് വേണ്ട, ഇത് വേണം. പതാക. ഓക്കെ, പതാകകളെക്കുറിച്ചുള്ള പഠനം, പതാകയെക്കുറിച്ചുള്ള പഠനം എന്ന ഏത് പേരിൽ അറിയപ്പെടുന്നു? പതാകയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പതാകയെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജിയാണ്, വെക്സിലോളജി. ഓക്കെ, പതാക വെക്സിലോളജിയാണ്, പതാകയെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജിയാണ്, വെക്സ്. ഓക്കെ, വെക്സിലോളജി. ഓക്കെ, ഇന്ന് വേണ്ട, നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ സാധനങ്ങളല്ലോ, ഒഴിവാക്കാം. ഓക്കെ, 2022 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനതിൻ്റെ ഉത്തരം ഉത്തരം ഞാൻ തന്നെ വായിക്കാം, ടൈം വരുന്നില്ല. ഓക്കെ, 2022 ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്കെ, ശരിയായത് പറയുന്നുണ്ടേ. ഓക്കെ, തിരശ്ചീനമായി മുകളിൽ കുങ്കുമം. ഓക്കെ, തിരശ്ചീനമായിരിക്കും, മുകളിൽ കുങ്കുമം ശരിയാണ്, നടുക്ക് വെള്ള ശരിയാണ്, താഴെ പച്ച ശരിയാണ്. ഓക്കെ, എല്ലാം ശരി. അടുത്തത് 2002 ഇന്ത്യൻ പതാക
നിയമത്തിൻ്റെ 3 ഭാഗങ്ങളുണ്ട്. ഓക്കെ, 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. അത് സംഭവം എന്ന് വെച്ചതാണ് ഇന്ത്യൻ പതാക നിയമം. ഓക്കെ, ഇന്ത്യൻ പതാക നിയമം എന്നാൽ ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കാനായി തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം. ഓക്കെ, ഇന്ത്യൻ പതാക നിയമം. ആ ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26 2002 ജനുവരി 26. ഓക്കെ, ഇന്ത്യൻ പതാക നിയമത്തിലെ ഭാഗങ്ങളുടെ എണ്ണം 3 അതാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, ഇന്ത്യൻ പതാക നിയമത്തിലെ ഭാഗങ്ങളുടെ എണ്ണം 3 കേട്ടോ, 3. ഓക്കെ, പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ഷേണായാണ്, PD ഷേണായി കേട്ടോ, PD ഷേണായാണ്. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ PD ഷേണായാണ്. ഓക്കെ, ഇത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ ചോദ്യം എന്ന് വന്നത് 2002 ഇന്ത്യൻ പതാക നിയമത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഓക്കെ, 3 ഭാഗങ്ങളുണ്ട്, ശരിയാണ്. അടുത്തത് ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നത്. ഓക്കെ, ഇതാണ് നമ്മളിപ്പം പറഞ്ഞത് ഹൂബ്ലി, കർണാടകയിലെ ഹൂബ്ലിയാണ് അനുമതി നൽകുന്നത് പറഞ്ഞാൽ ഹൂബ്ലി സ്ഥലത്താണ് ഇതുള്ളത്. ഏത് ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നത്. ഓക്കെ, ശരിയാണ്. ഓക്കെ, 2022 പ്രീവിയസ് ആണ് ഇതല്ലോ. ഓക്കെ, ഏറ്റവും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ഏറ്റവും ചെറിയ അളവിൽ ദേശീയ പതാക നിർമ്മിക്കുന്നത്, ഏറ്റവും ചെറിയ അളവിൽ ദേശീയ പതാക നിർമ്മിക്കുന്ന കുറേ അളവുകളുണ്ട്. അതിൽ ഏറ്റവും ചെറുതെന്ന് ഓർത്ത് വെച്ചോ 150 mm × 100 mm കേട്ടോ. ഓക്കെ, നീളത്തിൻ്റെ വീതിയാണ് വരിക 150 mm × 100 mm കേട്ടോ, നീളം ഇൻറ്റു വീതി. ഓക്കെ, 150 mm 100 mm. ഓക്കെ, ഏറ്റവും ചെറിയ അളവാണ്, ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാകയുടെ അളവാണ് 150 mm × 100 mm. ഓക്കെ, അടുത്തത് ഏറ്റവും വലിയ അളവ്, ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാക 6300 mm × 4200 mm കേട്ടോ. 6300 mm × 4200 mm ആണ് ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാക. ഓക്കെ, ഇത് രണ്ടും ഓർത്ത് വെച്ചേ. ഓക്കെ, ഈ മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന പതാക ഏറ്റവും വലിപ്പം കുറവാണ്, അതായത് 150 mm × 100 മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന പതാക 150 mm × 100 ഏറ്റവും ചെറുതാട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ, ദേശീയ പതാക അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടേ. ഓക്കെ, സെറ്റ്. അടുത്ത പറയുന്നത് ദേശീയ ചിഹ്നമാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം എപ്പോഴാണ്? പഠിച്ചു വെച്ചാൽ ഇത് ഉറപ്പായും പഠിച്ചേ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം എപ്പോഴാണ്? 1950 ജനുവരി 26 1950 ജനുവരി 26. ഓക്കെ, 1950 ജനുവരി 26 ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടുന്ന? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടുന്ന? സാരനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. സാരനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഓക്കെ, സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ. ഓക്കെ, ഓർത്ത് വെച്ചേ, മൃഗങ്ങൾ ഓർത്ത് വെക്കണേ. ഓക്കെ, സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങളാണ് സിംഹം, കാള, കുതിര, ആന. ഓക്കെ, സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ എന്തൊക്കെ മൃഗങ്ങളുണ്ട്? സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട്. ഓക്കെ, 5 സിംഹങ്ങൾ, ഒരു കാള, ഒരു കുതിര, ഒരാന എല്ലാം ഉൾപ്പെടെ 8 മൃഗങ്ങൾ കേട്ടോ. ഓക്കെ, 5 സിംഹങ്ങളുണ്ട്. അതായത് സിംഹം, കാള, കുതിര, ആനയുണ്ട്. അതിൽ 5 സിംഹം, ഒരു കാള, ഒരു കുതിര, ഒരാന. ഓക്കെ, എല്ലാം കൂടി 8 മൃഗങ്ങൾ. ഓക്കെ, അടുത്തത്. ഓക്കെ, ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? പറഞ്ഞോ, നിങ്ങൾക്കുള്ള ടൈമാണേ പറയാനില്ലേ. ആരാ? ഓക്കെ, ദീനാനാഥ് ഭാർഗവയാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. ഓക്കെ, ദീനാനാഥ് ഭാർഗവ. ഓക്കെ, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗിരി ലിപി കേട്ടോ, ഇത് ഓർമ്മിച്ചേ. ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ഏതാണ്? ഓക്കെ, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ താഴെ ഭാഗത്ത് ദേവനാഗിരി ലിപി. ഓക്കെ, ദേവനാഗിരി എന്ന് പറഞ്ഞ ലിപി ഉണ്ട്. ഓക്കെ, ദേവനാഗിരി ലിപി ഉണ്ട്. ഓക്കെ, ആ ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമാണ് എന്താ വാക്യം? സത്യമേവ ജയതേ എന്നാണ്. സത്യമേവ ജയതേ. ഓക്കെ, സത്യമേവ ജയതേ. ഓക്കെ, സത്യമേവ ജയതേ. ഓക്കെ, ഈ സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് എവിടുന്നാണ്? സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത്
മുണ്ടകോപനിഷത്താണ്, മുണ്ടകോപനിഷത്ത്. ഓക്കെ, മുണ്ടകോപനിഷത്താണ് എടുത്തത് സത്യമേവ ജയതേ എന്ന വാക്യം. ഓക്കെ, ഒരു പ്രീവിയസ് ആണ്, 2022 പ്രീവിയസ് ആണ്, ചോദിക്കുന്നുണ്ട്. എല്ലാവരും ആൻസർ പറയണേ. ഓക്കെ, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എപ്പോഴാണ്? ഞാനിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ അതാ പറഞ്ഞത്, ഓർമ്മയില്ലേ എല്ലാവർക്കും? പറ. ഓക്കെ, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എപ്പോഴാണ്? 1950 ജനുവരി 26. 1950 ജനുവരി 26. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം ഓർത്തോ, ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയ വർഷമേ. ഓക്കെ, ദേശീയ ചിഹ്നം പല സ്ഥലത്തും വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ദുരുപയോഗം, ഓക്കെ, ദേശീയ ചിഹ്നം ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയ വർഷം 2005 ഇവിടെ 2005 കേട്ടോ. 2005 ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയ വർഷം. ഓക്കെ, അത് കഴിഞ്ഞാൽ ദേശീയ ചിഹ്നം കഴിഞ്ഞാൽ അത് പഠിച്ചു വെച്ചോ, 1 മാർക്ക്. ഓക്കെ, അടുത്തതാണ് ദേശീയ ഗാനമാണ്, ദേശീയ ഗാനം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഉറപ്പായും പഠിച്ചു വെച്ചേ, ജനഗണമന. ഓക്കെ, അവിടെ ദേശീയഗാനം എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും അറിയില്ല. ദേശീയഗാനം ജനഗണമനയാണ്, ജനഗണമന. ഓക്കെ, ദേശീയ ഗാനം ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം. ഓക്കെ, എപ്പോഴാണ്? ജനഗണമനയെ ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം എപ്പോഴാണ്? ഓക്കെ, 1950 ജനുവരി 24. ഓക്കെ, 1950 ജനുവരി 24. ഉറപ്പായിട്ടും പഠിച്ച LGSന് ഈ ചിഹ്നങ്ങളിൽ നിന്ന് ഒരു ചോദ്യം വന്നിരിക്കും. ഓക്കെ, ഒന്നിക്ക് ഗാനായിരിക്കും, അല്ലെങ്കിൽ ഗീതയായിരിക്കും, അല്ലെങ്കിൽ മൃഗയായിരിക്കും, അല്ലെങ്കിൽ ജീവി, എന്തായിരിക്കും, ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും വരും. ഓക്കെ, എന്തായാലും ഫുള്ള് പഠിച്ചു വെച്ചേ. ഓക്കെ, ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. 24 കേട്ടോ, മാറിപ്പോറേ. ഓക്കെ, ജനുവരി 24. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഇതെല്ലാം 10 പ്രാവശ്യം പറഞ്ഞതാണ്, കഴിഞ്ഞ എല്ലാ ഇടക്കിടക്കേ വരുത്തുണ്ട് ഇത്. ഓക്കെ, പറ ആരാ? രവീന്ദ്രനാഥ് ടാഗോറാണ്, രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, സെറ്റ്. അടുത്താണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ഇതും മുന്നേ പറഞ്ഞതാണ് നമ്മൾ. ആരാ? ജനഗണമന ദേശീയ ഗാനം. ഓക്കെ, അതിന് സംഗീതം നൽകിയത് ആരാണ്? ഓക്കെ, രാം സിംഗ് താക്കൂറാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത്. ഓക്കെ, ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ഏത് രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണമാണ്, ശങ്കരാഭരണം. ഓക്കെ, ശങ്കരാഭരണത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓർത്തെ, ശങ്കരാഭരണത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സെറ്റ്. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാ? ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ഏതായിരിക്കും? രവീന്ദ്രനാഥ് ടാഗോർ ഏതായിരിക്കും? ഓക്കെ, ബംഗാളിയാണ്, ബംഗാളി ഭാഷ. ഓക്കെ, ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്, ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. PS ഉണ്ടായ മുതലാണ് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, ഇനി വരുന്നതിലും ചോദിക്കും. ഓക്കെ, ഓർത്തേ, ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ഉറപ്പായിട്ടും പഠിച്ചേ, ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. 52 കേട്ടോ, 52 സെക്കൻഡാണ്. 52 സെക്കൻഡ്. ഓക്കെ, ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. 52 സെക്കൻഡാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ഇതങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാൽ ജസ്റ്റ് പറയുന്നുണ്ട്. ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യം. ഓക്കെ, ഭാരത് ഭാഗ്യോ ബദിത കേട്ടോ. ഓക്കെ, ഭാരത് ഭാഗ്യോ വിദാത. ഓക്കെ, ഭാരത് ഭാഗ്യോ വിദാത. ഓക്കെ, ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യമാണ് ഭാരത് ഭാഗ്യോ വിദാതയാണ്. ഓക്കെ, ചോദിക്കാൻ ചാൻസ് കുറവാന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഭാരത് ഭാഗ്യോ വിദാത പ്രസിദ്ധീകരിച്ച പത്രം തത്വബോധിനി പത്രികയാണ്. തത്വബോധിനി പത്രിക ജസ്റ്റ് ഒന്ന് ഓർത്തോ. ഭാരത് ഭാഗ്യോ വിദാത പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പത്രം. ഓക്കെ, ആദ്യത്തെ പത്രം ഏതാണ്? തത്വബോധിനിയാണ്. തത്വബോധിനി പത്രികയാണ്, 1912. ഓക്കെ, അടുത്ത ചോദ്യം മുന്നേ നമ്മൾ പറഞ്ഞതാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് കോൺഗ്രസ് സമ്മേളനം ഏതാ? ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇതിൽ കുറേ തവണ പറഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കേണ്ട ടൈമിൽ പടപടയെ പറഞ്ഞോ.
ഓക്കെ 1911 ഡിസംബർ 27 ഓക്കെ 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 അല്ല മുന്നേ പറഞ്ഞ കാര്യമാണ്. ഓക്കെ ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി ആരാണ്? ആരാ? ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി ആരാ? സരളാദേവിയാണ്. സരളാദേവി ചൗധരിയാണ്. ഓക്കെ ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തിയാണ് സരളാദേവി ചൗധരണി. ഓക്കെ സരളാദേവി ചൗധരണിയാണ്. ചൗധരണി കേട്ടോ, ചൗധരണി. ഓക്കെ ചൗധരണി. ഓക്കെ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും ടാഗോർ തന്നെയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഓക്കെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ഓക്കെ അതൊന്നും വേണ്ട, ഇത് വേണം. ഓക്കെ ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു? ഓക്കെ ഓർത്ത് വെച്ചേ. ദേശീയ ഗാനത്തിൽ ഓക്കെ അതായത് ജയ എന്നുള്ള വാക്കില്ലേ, ജയ എന്ന വാക്ക് എത്ര തവണയാണ് ആവർത്തിക്കുന്നത്? എത്രയാ? ഒരു ഫാൻസി നമ്പറാണ്. ഫാൻസി അല്ല, മെസ്സിൻ നമ്പറാണ്. ഓക്കെ എത്രയാ? ഓക്കെ 10 കേട്ടോ. 10. ഓക്കെ ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് ജയ ഹേ എന്ന് പറഞ്ഞാൽ ജയയില്ലേ, ആ വാക്ക് എത്ര തവണയാണ്? 10 തവണയാണ്. 10 തവണ ആലപിക്കുന്നു. ഓക്കെ ആവർത്തിക്കുന്നത് 10 തവണ ആവർത്തിക്കുന്നു. ഓക്കെ ഒന്നും വേണ്ട, മുന്നേ കുറേ നമ്മൾ പഠിച്ച കാര്യമുണ്ട്, അതൊന്നും ചോദിക്കുന്നില്ല. പഠിക്കാത്ത കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രമേ പറയുന്നില്ല. കുറേ ഉണ്ട് പഠിക്കാനും, കുറേ ഉണ്ട് പഠിച്ച് കഴിയൂല. ഓക്കെ ഒന്നും വേണ്ട, ഇത് മുന്നേ പറഞ്ഞതാണ്, എന്നാൽ ജസ്റ്റ് ഒന്നും പറയുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല. ഓക്കെ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ് ഏതാ? അമർ സോനാർ ബംഗ്ലയാണ്. അമർ സോനാർ ബംഗ്ല രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ രചിച്ചതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല ജനിച്ചത്. മുന്നേ പറഞ്ഞതാണ് ഇതെല്ലാം. ഓക്കെ ഓക്കെ 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. 1 2 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 3 ക്വസ്റ്റ്യൻ പ്രീവിയസിൻ്റെ ചോദിക്കുന്നുണ്ട്. ഓക്കെ ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓക്കെ അല്ല വേണം, അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ പറയാതെ. ഇത്രയേ ഉള്ളൂ. ദേശീയ പതാകയുമായി ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്, അത് ക്രോഡീകരിച്ചെന്ന് പറയുന്നുണ്ട്. ദേശീയ പതാകയുമായി ബന്ധമുള്ള എന്ന് പറയുന്നത് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുണ്ട്. ശരിയാണ്. 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ശരിയാണ്, 2 ശരിയാണ്. അടുത്ത് പിങ്കാലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തു. അറിയാം, ആന്ധ്രാപ്രദേശുകാരെ പിങ്കാലി വെങ്കയ്യ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തു. ഓക്കെ 3 ശരിയാണ്. ഓക്കെ അടുത്ത ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? ഞാൻ പറഞ്ഞില്ലേ മുന്നേ ചോദിക്കുന്നുണ്ട്, PC ഉണ്ടായ മുതൽ അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പം ചോദിക്കും, ഇനിയും ചോദിക്കും. ഓക്കെ പഠിച്ചോ. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. 5-2 സെക്കൻഡ്. ഓക്കെ 52 സെക്കൻഡാണ്. ഓക്കെ സെറ്റ്. ഓക്കെ ബാക്കി നമ്മൾ പഠിച്ച കാര്യമാണ്, അല്ല വിട്ടെ. അടുത്താണ് ദേശീയ ഗീതമാണ്. അടുത്ത ദേശീയ ഗീതത്തിനാണ് പറയുന്നത്. ദേശീയ ഗീതം ഓക്കെ വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതമാണ്. വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ഓക്കെ ദേശീയ ഗീതം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഓക്കെ വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം എപ്പോഴാണ്? മാറിപ്പോറേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോറേ, പഠിച്ചു വെച്ചേ. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷമാണ് 1950 ജനുവരി 24. 26 മാറിപ്പോറേ. ഓക്കെ ജനുവരി 24 കേട്ടോ. ഒന്നുകൂടി പറയാം, വന്ദേ മാതരം. ഓക്കെ വന്ദേ മാതരമാണ് ദേശീയ ഗീതം. ഓക്കെ ആ വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ഓക്കെ വന്ദേ മാതരം രചിച്ചത് ആരാണ്? മുന്നേ നമ്മൾ കുറേ തവണ പറഞ്ഞതാണ്, കുറേ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആരാ? എല്ലാവർക്കും അറിയാം. വന്ദേ മാതരം രചിച്ചത് ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ്. ഓക്കെ വന്ദേ മാതരം രചിച്ചത് ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ്. ഓക്കെ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാ? ഇതും പറഞ്ഞതാ മുന്നേ. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? ഓക്കെ ആരാണ്? ജദുനാഥ് ഭട്ടാചാര്യാണ്. ജദുനാഥ് ഭട്ടാചാര്യ. ഓക്കെ അന്ന് നമ്മൾ ജഗുനാഥ് ഭട്ടാചാര്യ എന്ന് പറഞ്ഞാണ്. ഓക്കെ ശരിയാണ്, രണ്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി. ഓക്കെ ജദുനാഥ് ഭട്ടാചാര്യാണ്. ജദുനാഥ് ഭട്ടാചാര്യ. ഓക്കെ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യാണ്. ഭട്ടാചാര്യ. ഓക്കെ ഭട്ടാചാര്യ എന്ന് ഓർത്ത് വെച്ചാൽ. ഓക്കെ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യാണ്. ഓക്കെ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്?
വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏത് രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുന്നേ പറഞ്ഞതാ, ദേശ് രാഗമാണ്. ദേശ് രാഗം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ ആവർത്തിച്ച സാധനങ്ങളാണ്. ഓക്കെ, വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. ഓക്കെ, ദേശ് രാഗമാണ്. ഓക്കെ, ഇത് വേണം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഒരു കൃതിയിൽ നിന്നാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു കൃതിയിൽ നിന്നാണ്, അതായത് ഒരു നോവലിൽ നിന്നാണ്. ഏത് നോവലിൽ നിന്നാണ് എടുത്തത്? നമുക്ക് പറയാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നോവലിൽ നിന്നാണ്. ഓക്കെ, ഏതാണ് ആ നോവൽ? 1882 ഒരു നോവലാണ്. ഏതാണ്? ആനന്ദമഠമാണ്. ആനന്ദമഠം. ഓക്കെ, ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഒന്നും കൂടി പറയാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലായ ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തത്. ആനന്ദമഠം 1882 ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ 2025 ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചോദ്യം ഇതാണ്. ആനന്ദമഠം എന്ന നോവൽ രചിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? നമ്മൾ പഠിച്ചായിരുന്നു തന്നെ ഇതല്ലോ. പഠിച്ചവർക്കെല്ലാം ഇപ്പോൾ ഇത് റിവിഷനായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് എന്തിനെ അടിസ്ഥാനത്തിലാണ്? ഏതാണ്? സന്യാസി കലാപമാണ്. സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം 1882 രചിക്കുന്നത്. ഓക്കെ, ആനന്ദമഠ ജസ്റ്റ് ഓർത്ത് വെച്ചോ. ആനന്ദമഠ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്തയാണ്. ഹേമന്ത് ഗുപ്ത. ഓക്കെ, ആനന്ദമഠ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്തയാണ്. ഹേമന്ത് ഗുപ്ത 1952 1952. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നേ പഠിച്ചതാണ്, ആരും തെറ്റിക്കൂല. ഓക്കെ, വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം എപ്പോഴാണ്? വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം എപ്പോഴാണ്? നമ്മൾ മുന്നേ പഠിച്ചാണ്. എപ്പോഴാണ്? 1896 1896 എന്ന സംഭവം കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനമാണ്. കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം 1896. ഓക്കെ, 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചതാരാണ്? ഇതും പഠിച്ചതാണ്. പഠിച്ചവർക്കുള്ള ഇത് പ്രീവിയസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്. ഓക്കെ, 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ, ആരാണ് ആലപിച്ചത്? രവീന്ദ്രനാഥ ടാഗോറാണ് ആലപിച്ചത്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോറാണ് ആലപിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതും പഠിച്ചതാണ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാണ്? വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാ? ഓക്കെ, അരബിന്ദോ ഘോഷാണ്. ഓക്കെ, അരബിന്ദോ ഘോഷാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത്. ഓക്കെ, വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗിയാണ്. ഓക്കെ, വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗിയാണ്. കർമ്മയോഗി 1909 1909. ഓക്കെ, വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സുബ്രഹ്മണ്യ ഭാരതി. ഓക്കെ, വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ. ഓക്കെ, വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം ഓർത്ത് വെച്ചേ. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയമാണ് എത്രയാ? 65 സെക്കൻഡാണ്. 65 സെക്കൻഡ്. ഓക്കെ, നമ്മൾ പറയാം വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. ഓക്കെ, 65 സെക്കൻഡ്. ഓക്കെ, അത് വേണ്ട. ഓക്കെ, ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ട്. അതിൻ്റെ 2022 പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. എല്ലാവരും പറഞ്ഞേ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? 10th പ്രിലിംസാണ് 2022 ചോദ്യം. നമുക്ക് ഇതേപോലെ ചോദ്യം വരിക. പറഞ്ഞോ, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഓക്കെ, 2022 ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഓക്കെ, സെറ്റ്. ഇത്രയും കാര്യം എല്ലാവരും പഠിച്ചു വെച്ചേ. ഇത്രയല്ല ഇനി പറയുന്നതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ദേശീയ കലണ്ടറാണ്. ഓക്കെ, ദേശീയ കലണ്ടർ. ഓക്കെ, ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം എപ്പോഴാണ്? ഇതിൻ്റെ എല്ലാം പഠിക്കുമ്പോൾ വർഷവും മാസം ദിവസം പഠിച്ചേ. ഓക്കെ, ഓപ്ഷനിൽ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം എപ്പോഴാണ്? 1957 മാർച്ച് 22. ഓക്കെ, 1957 മാർച്ച് 22. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ചത് 1957 മാർച്ച് 22. ഓക്കെ,
ഓക്കെ, അടുത്തത് ശകവർഷം ആരംഭിച്ചത് ആരാ? കനിഷ്കനാണ്. AD 78 കേട്ടോ. ശകവർഷം ആരംഭിച്ചത് ആരാണ്? കനിഷ്കനാണ്. കനിഷ്കൻ AD 78. ഓക്കെ, ശകവർഷം ആരംഭിച്ചത് കനിഷ്കൻ. ഓക്കെ, AD 78 AD 78. ഓക്കെ, അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് അല്ലാതെ നിങ്ങൾ ആദ്യമായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഈ ചോദ്യം എത്തുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നും, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തേ. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? കുറേ തവണ മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് സ്റ്റേറ്റ്മെൻറ്റിലായിട്ട് ചോദിക്കട്ടെ. സ്റ്റേറ്റ്മെൻറ്റിൽ 1 ശരി 2 ശരി 3 തെറ്റ് എന്ന് പറയുന്ന സാധനം അതിലായി ഇതിന് ചോദിക്കും. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? ഓക്കെ, മേഘനാഥ സാഹയാണ്. ഓക്കെ, മേഘനാഥ സാഹയാണ്. ഒന്നുകൂടെ പറയാം, കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മേഘനാഥ സാഹ. ഓക്കെ, ഓർത്തേ, ഉറപ്പായിട്ടും. ഓക്കെ, 2 ചോദ്യം കൂടി, അതിനകത്തിൻ്റെ 2 ചോദ്യം കൂടി പഠിച്ചോ. പണ്ടപ്പം ചോദിക്കണ ചോദ്യം ഇപ്പം കാണലില്ല, എന്നാൽ പഠിച്ചു വെച്ചോ. ശകവർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ്? ശകവർഷത്തിലെ ആദ്യത്തെ മാസമാണ്. ഓക്കെ, നമ്മുടെ കലണ്ടറായ ശകവർഷ കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാണ്? ചൈത്രമാണ്. ചൈത്രം. ഓക്കെ, ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രവും ശകവർഷത്തിലെ അവസാനത്തെ മാസം ഏതാണ്? അവസാനത്തത് ഫൽഗുണമാണ്. ഓക്കെ, ഫാൽഗുനം. ഓക്കെ, അതായത് ശകവർഷ കലണ്ടറിലെ ആദ്യത്തെ മാസം ചൈത്രം. ഓക്കെ, ശകവർഷ കലണ്ടറിലെ അവസാനത്തെ മാസം ഫാൽഗുനം. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. അടുത്തത് ദേശീയ പക്ഷിയാണ്. ഓക്കെ, ദേശീയ പക്ഷിയാണ്. ദേശീയ പക്ഷി ഏതാ? അറിയില്ലേ സംഭവം? ഓക്കെ, ദേശീയ പക്ഷിയാണ്, ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ്. മയിലാണ് കേട്ടോ. മയിൽ എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, ദേശീയ പക്ഷി മയിലാണ്. ഓക്കെ, ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നവർക്ക് ചിലപ്പം കിട്ടൂല, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ദേശീയ പക്ഷിയാണ് മയിൽ. ഓക്കെ, ചോദ്യം ഇതാണ്, മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ്? മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ഉറപ്പായിട്ടും ചോദിക്കൂ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചാൽ കുറേ മുന്നേ ചോദിക്കേണ്ട ഈ സാധനങ്ങൾ. ഓക്കെ, മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷമാണ് 1963. 1963. ഓക്കെ, മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് 1963. ഓക്കെ, മയിലിൻ്റെ ശാസ്ത്രീയ നാമം ഇത് മുന്നേ ചോദിക്കേണ്ടതിന് ഇപ്പം കാണയില്ല, എന്നാലും ചോദിക്കും ചിലപ്പോൾ. ഓക്കെ, മയിലിൻ്റെ ശാസ്ത്രീയ നാമം കേട്ടോ. മയിലിൻ്റെ ശാസ്ത്രീയമാണ് ഏതാ? പാവോ ക്രിസ്റ്റാസ് ആണ്. ഓക്കെ, പാവോ ക്രിസ്റ്റാറ്റസ് ആണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമമാണ്. പാവോ ക്രിസ്റ്റാറ്റസ്. ഓക്കെ, മയിലൊരു പാവം പക്ഷിയാണ്. ഓക്കെ, പാവോ ക്രിസ്റ്റാസ് ആണ്. പാവോ ക്രിസ്റ്റാറ്റസ്. ഓക്കെ, അടുത്തത് സലീം അലി. ഓക്കെ, സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ഏതിനെയാണെന്നറിയാം? സലീം അലി. ഓക്കെ, ഡോക്ടർ സലീം അലി പക്ഷി നിരീക്ഷണമാണ്. ഡോക്ടർ സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ഏത് പക്ഷിയായിരുന്നു? ഏതാ? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ ആയിരുന്നു ഡോക്ടർ സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത്. ഓക്കെ, അടുത്തത് ദേശീയ മൃഗമാണ്. ഓക്കെ, ദേശീയ മൃഗം എന്താ? എല്ലാവർക്കും അറിയില്ലേ? റോയൽ ബംഗാൾ കടുവയാണ്. ഓക്കെ, റോയൽ ബംഗാൾ കടുവയാണ്. ഓക്കെ, റോയൽ ബംഗാൾ കടുവ ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണ്. ആ റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ്? റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം 1972. 1972. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നേ. ഓക്കെ, 1972 കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചു. അതിന് മുന്നേ വരെ സിംഹമായിരുന്നു. ഓക്കെ, 72 ശേഷം 72 മുതൽ കടുവയായി. ഓക്കെ, റോയൽ ബംഗാൾ കടുവ. ഓക്കെ, കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തേര ടൈഗ്രീസ് ആണ്. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തേര ടൈഗ്രീസ് ആണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെച്ചാൽ. ഇത് കാണുമ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ഒഴിവാക്കി വിടും ഈ സാധനം. ഓക്കെ, പക്ഷേ എനിക്ക് ചോദിക്കും കേട്ടോ. പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം 1973. 1973. അതായത് റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചു 72. ഓക്കെ, തൊട്ടടുത്ത കൊല്ലം 73 പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ചു. ഓക്കെ, 1973 പ്രൊജക്റ്റ് ടൈഗർ. ഓക്കെ, അടുത്തതാണ് ദേശീയ ജലജീവി. ഓക്കെ, ദേശീയ ജലജീവി എന്താണ്? ദേശീയ ജലജീവി എന്താ? ഗംഗാ ഡോൾഫിനാണ്. ഓക്കെ, ദേശീയ ജലജീവി എന്താണ്? ഗംഗാ ഡോൾഫിൻ. ഓക്കെ, ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ്? ഓക്കെ, ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009. 2009 ഒക്ടോബറാണ്. 2009 ഒക്ടോബറിലാണ് ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. ഓക്കെ, ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ. ഓക്കെ,
ഇത് പഠിക്കുക. എന്നാൽ ഇത് അത് ചോദിക്കുകയില്ല, എന്നാൽ ജസ്റ്റ് പറഞ്ഞു പോയതാണ് പറയുന്നുണ്ട്. ഓക്കെ, ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യ സംസ്ഥാനം, ആദ്യ ഇന്ത്യൻ നഗരം നഗരം ഗുവാഹത്തിയാണ്. ഗുവാഹത്തി കേട്ടോ, ആസാമിലാണ് ഗുവാഹത്തി. ഓക്കെ, ഒന്നുകൂടി പറയാം. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി ആസാമിലാണ്. ഏതാന്ന് ജീവി എന്ന് പറഞ്ഞാൽ ഗംഗാ ഡോൾഫിൻ തന്നെയാണ്. ഓക്കെ, ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തത് ദേശീയ പൈതൃക ജീവിയാണ്. ദേശീയ പൈതൃക ജീവി. ഓക്കെ, ഇത് ചില ആൾക്കാർ ഇങ്ങനെ ഒരു ജീവി ഉണ്ടാകുന്നല്ല, ഇങ്ങനെ ഒരു പൈതൃക ജീവി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് തന്നെ ഡൗട്ട് വരും. കാരണം ഇത് അധികം ആൾക്കാർ കേട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല, ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നതെന്ന് കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, പഠിച്ചു വെച്ചേ. ദേശീയ പൈതൃക ജീവിയുണ്ട്. ഓക്കെ, ഏതാണ് ദേശീയ പൈതൃക ജീവി? അത് പറ ആദ്യം. ദേശീയ പൈതൃക ജീവി ഏതാ? ആന കേട്ടോ. ദേശീയ പൈതൃക ജീവിയാണ് ആന. ദേശീയ പൈതൃക ജീവി ആനയാണ്. ഓക്കെ, ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2010 ഒക്ടോബറാണ്. 2010 ഒക്ടോബറിൽ. ഓക്കെ, ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ച വർഷം 2010 ഒക്ടോബറിലാണ്. ഓക്കെ, ആനയുടെ ശാസ്ത്രീയ നാമം എല്ലാവർക്കും അറിയായിരിക്കും. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ്. ഓക്കെ, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ്. ഓക്കെ, ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഓക്കെ, അതിൽ തന്നെ ഉണ്ട് ആന, അതായത് മാക്സിമായിട്ടുള്ള സാധനം. ഓക്കെ, ആന, അതായത് ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ്. ഓക്കെ, എലിഫസ് മാക്സിമം. ഓക്കെ, മാക്സിമം വലുത്. ഓക്കെ, മാക്സിമസ് ഇൻഡിക്കസ്. ഓക്കെ, അതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, ആനകളെ പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് മാതംഗലീലയാണ്. ഓക്കെ, മാതംഗലീല. ഓക്കെ, ആനകളെ പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് മാതംഗലീല. ഓക്കെ, മാതംഗലീല രചിച്ചതാരാണ്? തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ്. ഓക്കെ, തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ്. ഓക്കെ, 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? 2023 ചോദ്യം. ഓക്കെ, ഏതാ? ആന. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നേ ആനയാണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആനയാണ്. 2023 ചോദ്യം. ഓക്കെ, അടുത്തതാണ് ദേശീയ ഫലമാണ്. ഓക്കെ, ദേശീയ ഫലം എന്താ? ദേശീയ ഫലം എന്താ? മാങ്ങയാണ് കേട്ടോ. മാങ്ങ മാറിപ്പോറേ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ. ഓക്കെ, ദേശീയ ഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, ദേശീയഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്കാണ്. മാഞ്ചിഫറ ഇൻഡിക്ക. ഓക്കെ, ദേശീയഫലമായ മാഞ്ചിഫറ. ഓക്കെ, മാഞ്ചിഫറ. ഓക്കെ, ദേശീയഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക. മാഞ്ചിഫറ. ഓക്കെ, ഒരു ചോദ്യമുണ്ട്. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. മാങ്ങ കേട്ടോ. ഫലങ്ങളുടെ രാജാവ്. ഓക്കെ, ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. മാങ്ങ. ഓക്കെ, മാങ്ങകളുടെ രാജാവ് ആരാ? ഫലങ്ങളുടെ രാജാവ് മാങ്ങ. ഓക്കെ, മാങ്ങകളുടെ രാജാവാണ് ഏതാ? അൽഫോൺസോ മാങ്ങയാണ്. ഒന്നുകൂടി പറയാം. ഫലങ്ങളുടെ രാജാവ് മാങ്ങ. ഓക്കെ, മാങ്ങകളുടെ രാജാവ് അൽഫോൺസോ മാങ്ങയാണ്. ഓക്കെ, അൽഫോൺസോ മാങ്ങ. ഓക്കെ, GI ടാഗ് ലഭിച്ച കേരളത്തിലെ മാങ്ങ ഏതാണ്? GI ടാഗ് ലഭിച്ച കേരളത്തിലെ മാങ്ങ ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓർമ്മിച്ചേ. GI ടാഗ് ലഭിച്ച കേരളത്തിലെ മാങ്ങയാണ് കുറ്റ്യാട്ടൂർ മാങ്ങ. ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി വെച്ച് പഠിക്കും, എങ്ങനെ വേണമെങ്കിൽ പഠിച്ചു. ഓക്കെ, GI ടാഗ് ലഭിച്ച കേരളത്തിലെ മാങ്ങ ഏതാണ്? കുറ്റ്യാട്ടൂർ മാങ്ങ. ഓക്കെ, അത്രേ വേണ്ടു. ദേശീയ പുഷ്പമാണ് അടുത്തത്. ദേശീയ പുഷ്പം ഏതാണ്? ആരാ? പറ. ദേശീയ പുഷ്പം ഏതാണ്? താമര. ദേശീയ പുഷ്പം താമരയാണ്. ഓക്കെ, ദേശീയ പുഷ്പം താമര. ഓക്കെ, ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഓക്കെ, എന്താ? നിലംബോ ന്യൂസിഫറ. ഓക്കെ, നിലംബോ ന്യൂസിഫറ. ഓക്കെ, ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫറാണ്. നിലത്തല്ല, വള്ളത്തിലാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ താമരയുടെ വള്ളത്തിലാണ്, നിലത്തല്ല. ഓക്കെ, നിലം എന്ന് പറഞ്ഞാൽ ഭൂമി നിലത്തല്ല. ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഭൂമിയല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ സാധനം മണ്ണ്. ഓക്കെ, ഇതിനകത്തല്ല, വള്ളത്തിലാണ്. അപ്പോൾ നിലത്തല്ല, നിലംബോ ന്യൂസിഫറ. ഓക്കെ, നിലംബോ ന്യൂസിഫറ. എവിടെയാ? വള്ളത്തിലാണ്. അപ്പോൾ താമരയായിരിക്കും. ഓക്കെ, ദേശീയ പുഷ്പം താമരയാണ്. ഓക്കെ, താമര ദേശീയ പുഷ്പമായുള്ള രാജ്യങ്ങൾ വിയറ്റ്നാമും ഈജിപ്തും ഉണ്ട് കേട്ടോ. ഈജിപ്തും ഉണ്ട്. ജസ്റ്റ് ഓർമ്മ ചോദിക്കുന്നില്ല, നമ്മൾ LGS ചോദിക്കില്ല, കാരണം ചാൻസ് കുറവാണ്. ഓക്കെ, താമര ദേശീയ പുഷ്പമായ രാജ്യങ്ങൾ വിയറ്റ്നാമിലും ഉണ്ട്, ഈജിപ്തിലുണ്ട്. ഓക്കെ, അടുത്ത ദേശീയ വൃക്ഷമാണ്. ദേശീയ വൃക്ഷം. ഓക്കെ, എന്താണ് ദേശീയ വൃക്ഷം? എന്താ?
ഈ സാധനത്തിൻ്റെ പേര് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേ. ഓക്കെ, ദേശീയ വൃക്ഷം, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആല് എന്ന് മാത്രം പഠിച്ചു പോറേ, ആല് എന്ന് പഠിച്ചു പോരും കേട്ടോ. ഓക്കെ, പേരാലാണ്, പേരാൽ, 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 ആ സാധനം തന്നെ പഠിച്ചോട്ടാ. അരയാലെന്ന് പഠിച്ചു വെച്ചുകൊണ്ടാണ് പേരാൽ കേട്ടോ, പേരാലെ. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്, പേരാൽ, പേരാൽ, ആ പേര് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, പേരാൽ, ആ പേര് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഓക്കെ, പേരാലിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ചത് 1950-ലാണ്. ഇത് ചോദിക്കലൊന്നുമില്ല, ഇത് പേരാൽ ചോദിക്കൂ, ഈ വർഷം ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചോ. പേരാലിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ചത് 1950-ലാണ്. ഓക്കെ, ശാസ്ത്രം ഉണ്ടാകും, ചോദിക്കില്ല, വേണോ ഒന്ന് ജസ്റ്റ് ചോദിച്ചോ, പഠിച്ചോ. പേരാലിൻ്റെ ശാസ്ത്രനാമം ഫൈക്കസ് ആണ്, ഫൈക്കസ് ബംഗാളൻസിസ് കേട്ടോ. ഓക്കെ, ഫൈക്കസ് ബംഗാളൻസിസ് ആണ്, അതായത് പേരാലിൻ്റെ ശാസ്ത്രനാമം ഫൈക്കസ്. ഓക്കെ, ഫൈക്കസ് ബംഗാളൻസിസ് ആണ്. ഓക്കെ, അടുത്തത് ദേശീയ കായിക വിനോദം കേട്ടോ, ദേശീയ കായിക വിനോദം, ദേശീയ കായിക വിനോദം. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കി ആയിരുന്നു. ഓക്കെ, ഫീൽഡ് ഹോക്കി ആയിരുന്നു. ഓക്കെ, ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കിയാണ്, ഫീൽഡ് ഹോക്കി. പക്ഷേ നിലവിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ രേഖകൾ പ്രകാരം ഇന്ത്യക്കൊരു ദേശീയ കായിക വിനോദം ഇല്ല. ഓക്കെ, ഓർത്ത് വെച്ചേ, ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കി. പക്ഷേ നിലവിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ രേഖകൾ പ്രകാരം ഇന്ത്യക്കൊരു ദേശീയ കായിക വിനോദം ഇല്ല. ഓക്കെ, അടുത്ത ദേശീയ നദിയാണ്, ദേശീയ നദി. ഏതാണ് ദേശീയ നദി? എന്താ ദേശീയ നദി? എന്താ? ഗംഗയാണ് കേട്ടോ, ഗംഗ. ഓക്കെ, ദേശീയ നദി ഗംഗയാണ്, ഗംഗ. ദേശീയ നദി ഗംഗയാണ്. ഓക്കെ, ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2008 നവംബറാണ്, 2008 നവംബറിൽ. ഓക്കെ, ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബറിലാണ്. ഓക്കെ, ഗംഗയുടെ നീളം 25 കേട്ടോ, 2525 കിലോമീറ്റർ. ഓക്കെ, SCRT ചിലപ്പോൾ മാറ്റിയായിരിക്കും, അങ്ങോട്ട് കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ഗംഗയുടെ നീളം ഫാൻസി നമ്പർ വേണ്ടി ഞാൻ പറഞ്ഞതേ 25 കിലോമീറ്റർ. ഓക്കെ, 25 25 കിലോമീറ്റർ. ഓക്കെ, അടുത്തത് ഔദ്യോഗിക ഭാഷ. ഓക്കെ, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? എല്ലാവർക്കും അറിയാം, ഹിന്ദിയാണ്, ഹിന്ദി കേട്ടോ. ഓക്കെ, ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ്, ഹിന്ദി. ഓക്കെ, ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാണ്? ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം 1949 സെപ്റ്റംബർ 14 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചത്. ഓക്കെ, 1949 സെപ്റ്റംബർ 14. ഓക്കെ, ഇന്ത്യയിൽ ഹിന്ദി ദിവസ്. ഓക്കെ, ഇന്ത്യയിൽ ഹിന്ദി ദിവസമായി ആഘോഷിക്കുന്നത് എപ്പോഴായിരിക്കും? ഉറപ്പായിട്ടും സെപ്റ്റംബർ 14. ഓക്കെ, സെപ്റ്റംബർ 14 ഇന്ത്യയിൽ ഹിന്ദി ദിവസമായി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 14 സെപ്റ്റംബർ 14 തന്നെയാണ്. ഓക്കെ, ഓർത്ത് വെച്ചോ, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് കേട്ടോ. ഓക്കെ, 343-1. 343-1. ഓക്കെ, എന്നോട് പറയാം, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഫാൻസിയാണ് 343 343-1. ഓക്കെ, അത് വേണ്ട. ഓക്കെ, ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗരി ലിപിയാണ്, ദേവനാഗരി ലിപി. ഓക്കെ, ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയാണ് ദേവനാഗരി ലിപിയാണ്. ഓക്കെ, ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗരി ലിപിയാണ്. ഓക്കെ, അതൊന്നും വേണ്ട, അതെല്ലാം വിട്ടോ, ഒന്നും വേണ്ട. ഓക്കെ, അടുത്ത ചോദ്യമാണ് ദേശീയ പ്രതിജ്ഞയാണ്, ദേശീയ പ്രതിജ്ഞ. ഓക്കെ, ലാസ്റ്റാണ്, 2 ചോദ്യം കൂടി, 2-3 ചോദ്യം കൂടി. ഓക്കെ, ദേശീയ പ്രതിജ്ഞ എന്നാ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എന്താണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. ഓക്കെ, അതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഓക്കെ, അതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാ? പൈതിമാരി വെങ്കിട്ട സുബ്രാവാണ്. ഓർത്ത് വെച്ചേ, ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരൻ്റെ സഹോദരന്മാരാണ്, അത് തുടങ്ങുന്നില്ലേ? ഓക്കെ, അത് എഴുതിയതാരാ? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട്ട സുബ്രാവാണ്, പൈതിമാരി വെങ്കിട്ട സുബ്രാവു. ഓക്കെ, ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ ഏതാണ്? പൈതിമാരി വെങ്കിട്ട സുബ്രാവു. ഏതായിരിക്കും? ഓക്കെ, തെലുങ്ക്. ഓക്കെ, ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ പൈതിമാരി വെങ്കിട്ട സുബ്രാവു. ഓക്കെ, ഏതാ? തെലുങ്ക്. ഓക്കെ, അത് വേണ്ട.
ഓക്കെ, ഇതും കൂടി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലിത്തുടങ്ങിയ വർഷം എപ്പോഴാണ്? ദേശീയ പ്രതിജ്ഞ, ഓക്കെ, ദേശീയ പ്രതിജ്ഞ ഇന്ത്യൻ്റെ രാജ്യമാണ്. ഓക്കെ, അങ്ങനെ തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലിത്തുടങ്ങിയ വർഷം എപ്പോഴാണ്? എപ്പോൾ മുതലാണ് ചൊല്ലിത്തുടങ്ങിയെന്ന് വെച്ചാൽ 1965 ജനുവരി 26 മുതൽ. ഓക്കെ, 1965 ജനുവരി 26 മുതലാണ് ദേശീയ പ്രതിജ്ഞ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലിത്തുടങ്ങിയത്. ഓക്കെ, സെറ്റ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഒരു 3/4 മണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ. ഇത് പഠിച്ച് വെച്ചാൽ ഉറപ്പായിട്ട് മാർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ എല്ലാ സംഭവം ഉണ്ടാവും. ഓക്കെ, മെയിൻ എക്സാമിന് +2 ലെവൽ, ഡിഗ്രി ലെവൽ വരെ നമ്മളെ 10th ലെവൽ വരെ ചോദിക്കുന്നുണ്ട്. പിന്നെയാണ് നമുക്ക് LGS എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എല്ലാവരും പഠിച്ചു നോക്കണേ. പിന്നെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനി ബോർഡ് LGSൻ്റെ ക്ലാസ് നടക്കുന്ന പുതിയ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ പ്ലേലിസ്റ്റിൻ്റെ കമ്പനി ബോർഡ് LGSൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ആ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ മുതൽ ഫസ്റ്റ് ഇട്ട വീഡിയോ ഉണ്ട്. നിങ്ങൾ മേലോട്ട് കണ്ടുവന്നു കഴിഞ്ഞാൽ കമ്പനി ബോർഡ് LGSന് വേണ്ട എല്ലാവിധ ചോദ്യങ്ങളും അതിലുണ്ടാവും. അത് കണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 100% ലിസ്റ്റിൽ വരാനാവും. ഓക്കെ, എന്നാൽ വേറൊന്നുമില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ.